ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മുടെ ലോഗിൻ ഫോമും സൈൻ അപ്പ് ഫോമും രണ്ട് ഫോമുകളും തമ്മിൽ നല്ല വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് പറയാം. ഓക്കെ, സോ ഇതിൽ ഓത്ത് ഫോമിലൊന്ന് നമുക്ക് യൂസർ ഇമെയിലും പാസ്വേഡും കൊടുത്തിട്ട് അത് സബ്മിറ്റ് ചെയ്ത ബാക്കിൻ്റെ ഓതൻറ്റിക്കേഷൻ നടക്കും. ഇപ്പോൾ സൈനപ്പ് ആണെങ്കിൽ ഓതൻറ്റിക്കേഷൻ നടക്കും, പിന്നെ അതുവഴി യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആയെന്ന് നമുക്ക് കാണുന്നു. പക്ഷേ അതുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഇപ്പോൾ പകുതി ആണ് വർക്കിംഗ് സ്റ്റേജ് ഉള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞാൽ ഇത് ഡാഷ്ബോർഡ് കമ്പൗണ്ട് ഉണ്ടാക്കണം. അത് ഓതൻറ്റിക്കേറ്റഡ് ആയ യൂസർക്ക് മാത്രം കാണാൻ, എന്ന് വെച്ചാൽ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേജ് കമ്പോണൻ്റ് ആയിരിക്കണം ഡാഷ്ബോർഡ് കമ്പോണൻ്റ്. സോ യൂസർ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡാഷ്ബോർഡ് കാണാൻ പാടില്ല. അവർക്ക് ലോഗിൻ ഫോമിലേക്ക് നമുക്ക് തിരിച്ച് റീഡയറക്റ്റ് ചെയ്യിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്മൾ നോക്കുന്ന ഒരു എയിം. ഓക്കെ, ഇതൊരു സാധാരണ വെബ് ആപ്ലിക്കേഷൻ പോലെ തന്നെ പെരുമാറണം. ലോഗിൻ ചെയ്യാത്തവർക്ക് സെക്യൂർ ആയ ഭാഗങ്ങളൊന്നും കാണാൻ പാടില്ല. ഇപ്പോൾ ഡാഷ്ബോർഡിൽ ലോഗിൻ ചെയ്തവർക്ക്, ഇപ്പോൾ പ്രൊഫൈൽ പേജ് ഒരു എക്സാമ്പിൾ ലോഗിൻ ചെയ്തവർക്ക്, അങ്ങനെ ഉള്ളവർക്ക് മാത്രം കാണാൻ പാടുള്ളൂ ആക്ച്വലി. സോ അത് നമ്മൾ എടുക്കുന്നത് ഡാഷ്ബോർഡാണ്. സോ ഡാഷ്ബോർഡ് നമ്മൾ ആ ഒരു പ്ലാൻ കൊണ്ടുവരണം. സോ നമുക്ക് ആദ്യം തോന്നിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ കയ്യിൽ ലോഗിൻ ഫോം ഉണ്ട്, ലോഗിൻ ഫോം .js ഉണ്ട്. സോ ഇവിടെ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ .then ഉപയോഗിച്ച് ഡാഷ്ബോർഡിലേക്ക് നാവിഗേറ്റ് ചെയ്യാം നിങ്ങൾക്ക്, കാരണം ഇത് ഓൾറെഡി പ്രോമിസ് ആണല്ലോ. സോ .then ഉപയോഗിച്ച് തന്നെ ഡാഷ്ബോർഡിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നണം. പക്ഷേ തുടർന്ന് ഡാഷ്ബോർഡ് കമ്പൗണ്ട് യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ലോഗിൻ ഫോമിലേക്ക് എങ്ങനെ തിരിച്ചയക്കും? സോ അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു ഡയഗ്രാം നോക്കാം. ഇവിടെ ഇതാണ് ഐഡിയൽ ഓത്ത് ഫ്ലോ ബേസിക്കലി നമ്മൾ എടുക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോഗിൻ യൂസറിൻ്റെ മ്യൂട്ടേഷൻ റൺ ചെയ്തു ആദ്യം, എന്നിട്ട് ബാക്ക് എൻഡിലേക്ക് യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ കുക്കിയൊക്കെ സെറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ റീഫ്രഷ് കറണ്ട് യൂസർ ചെയ്യും, എന്ന് വെച്ചാൽ അപ്ഡേറ്റ്സ് ഓത്ത് സ്റ്റേറ്റ് ഫ്രണ്ട് എൻഡിൽ ഓത്ത് സ്റ്റേറ്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് റീഡയറക്ട് ടു ഡാഷ്ബോർഡ് ചെയ്യും ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഡാഷ്ബോർഡ് വെരിഫൈ ചെയ്യും ഓതൻറ്റിക്കേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. ഓതൻറ്റിക്കേറ്റഡ് എന്നുണ്ടെങ്കിൽ ലോഗിലേക്ക് റീഡയറക്ട് ചെയ്യും. ഓക്കെ, ഈ ഫ്ലോ പെർഫെക്റ്റ് വേൾഡ് ഫ്ലോ ആണ് ആക്ച്വലി. എല്ലാം സീരിയലായാണ് നടക്കുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതത്ര പെർഫെക്റ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ലോഗിൻ മ്യൂട്ടേഷൻ റൺ ചെയ്യും ഉടനെ .then സ്റ്റേറ്റ്മെൻറ്റ് ഉടനെ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ സൈമിൾട്ടേനിയസ്ലി അപ്പോളോ റീഫെച്ച് ക്വറീസ് വർക്കിങ്ങും ആരംഭിക്കും. സോ നമുക്കിവിടെ കിട്ടണമെന്ന് വെച്ചാൽ, ഫെച്ച് ക്വറീസിന് മുമ്പ് തന്നെ .then എഴുതി കഴിഞ്ഞാൽ അത് ആക്സസ് ചെയ്യും. സോ ഇത് മ്യൂട്ടേറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ .then റീഫെച്ച് ക്വറീസും ഇത് സൈമിൾട്ടേനിയസ്ലി നമുക്ക് കിട്ടുള്ളൂ. സോ .then ഉടനെ തന്നെ റിസോൾവ് ചെയ്യും. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ മ്യൂട്ടേറ്റ് കോൾ ചെയ്യുമ്പോൾ തന്നെ .then അപ്പോൾ തന്നെ റിസോൾവ് ചെയ്യും. റീഫെച്ച് ക്വറി നെറ്റ്വർക്ക് വഴി പോകും. എന്ന് വെച്ചാൽ റീഫെച്ച് ക്വറി എന്ന് വെച്ചാൽ അത് നെറ്റ്വർക്ക് ക്വറീസ് ആണല്ലോ എടുക്കുന്നത്. സോ നെറ്റ്വർക്ക് API കോളാണ് രണ്ടാമത് കോൾ ചെയ്യുന്നത്. അത് സ്ലോ ആയിരിക്കും, ചിലപ്പോൾ ഒരു കുറച്ച് മില്ലി സെക്കൻഡ്സ് ഒക്കെ സ്ലോ ആയിരിക്കും അത്. സോ ഇവിടെയാണ് നമുക്കൊരു പ്രശ്നം വരുന്നത്. കാരണം റീഡയറക്റ്റ് ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്യും, ലൈക്ക് ഒരു മൈക്രോ സെക്കൻഡ്സ് ഒക്കെ ചെയ്യും. പക്ഷേ റീഫെച്ച് ക്വറീസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു നെറ്റ്വർക്ക് ഡിലേ ഉണ്ടാവും API കോൾ ചെയ്യുമ്പോൾ. സോ അത് ബേസിക്കലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, യൂസർ ലോഗിൻ ചെയ്ത ഉടനെ .then വഴി ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. പക്ഷേ കറണ്ട് യൂസറിൻ്റെ കുറേ ബാക്കിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അത് സ്റ്റിൽ പെൻഡിങ് ആയിരിക്കും APIയിൽ. ഓക്കെ, സോ അത് അങ്ങനെ പെൻഡിങ് ആയതുകൊണ്ട് ഓൾറെഡി നമ്മൾ ഡാഷ്ബോർഡിൽ ലോഡ് ചെയ്യും. ഡാഷ്ബോർഡിൽ ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഡാറ്റ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ യൂസറിന് ഓതൻറ്റിക്കേറ്റഡ് ആണോ എന്നറിയില്ല ഡാഷ്ബോർഡിന്. സോ അതുകൊണ്ട് ഡാഷ്ബോർഡ് കമാൻഡ് പറയും യൂസർ ഓതൻറ്റിക്കേറ്റഡ് അല്ല, തിരിച്ച് ലോഗിനിലേക്ക് പോകും. പക്ഷേ വീണ്ടും ലോഗിൻ ഫോം കാണുമ്പോൾ യൂസർക്ക് ഭയങ്കര കൺഫ്യൂഷനായി മാറുകയും ചെയ്യും. ഓക്കെ, പിന്നീട് നമുക്ക് ചിലപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, തിരിച്ച് ഇത് ഡാഷ്ബോർഡിൽ നിന്ന് നാവിഗേറ്റ് ചെയ്യും ലോഗിൻ ഫോമിലേക്ക്. അതിന് ശേഷമായിരിക്കും കറണ്ട് യൂസറിൻ്റെ കൂടി കംപ്ലീറ്റ് ആകുക. അപ്പോഴേക്കും അപ്പോളോ ഹെൽഡർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും, സ്റ്റേറ്റ് ഓതൻറ്റിക്കേറ്റഡ് ആയി മാറിയിട്ടുണ്ടാവും. പക്ഷേ യൂസർ ഇതിനകം എന്താ വെച്ചാൽ ലോഗിൻ പേജിലേക്ക് തിരിച്ച് അയക്കുകയും ചെയ്യും, ഡാഷ്ബോർഡിൽ നിന്ന് അയച്ചിട്ടുണ്ടാവുകയും ചെയ്യും. അവസാനം യൂസറിന് തോന്നും ഞാൻ ലോഗിൻ ചെയ്താണല്ലോ, പിന്നെ എനിക്ക് ഇങ്ങനെ ലോഗിൻ ഫോം കാണണേ എന്ന് തോന്നും. സോ .then സ്റ്റേറ്റ്മെൻറ്റ് മ്യൂട്ടേഷൻ്റെ ഓൺ പ്രോമിസ് ആണ് ആക്ച്വലി. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് നടക്കണമെന്ന് വെച്ചാൽ, ഇതാണ് ആക്ച്വൽ ഫ്ലോ നമ്മുടെ. സോ ഇവിടെ എന്ന് വെച്ചാൽ .then സ്റ്റേറ്റ്മെൻറ്റ് മ്യൂട്ടേഷൻ്റെ ഓൺ പ്രോമിസ് റിസോൾവ് ആകുമ്പോഴാണ് വിളിക്കുന്നത്. അതായത് മ്യൂട്ടേഷൻ റിക്വസ്റ്റ് ബാക്കിലും കംപ്ലീറ്റ് ആയാൽ മതി. ഓക്കെ, പക്ഷേ അപ്പോളോയുടെ പ്രോമിസ് റീഫെച്ച് ക്വറീസ് കംപ്ലീറ്റ് ആവുന്നവരെ അത് വെയിറ്റ് ചെയ്യില്ല. ഓക്കെ, റീഫെച്ച് ക്വറീസ് പാരലായിട്ട് തന്നെയാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ .then റീഡയറക്റ്റ് ചെയ്യും ഡാഷ്ബോർഡിലേക്ക്. അതേസമയം തന്നെ റീഫെച്ച് ക്വറീസ് കോൾ ചെയ്യുകയും ചെയ്യും, നെറ്റ്വർക്ക് ടേബിൾ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ആക്ച്വലി ഇവിടെ
നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഇവിടെ ഡാഷ്ബോർഡിലേക്ക് വിളിക്കും, അത് കഴിഞ്ഞിട്ട് റീഡയറക്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കറണ്ട് യൂസർക്ക് കിട്ടുമ്പോഴേക്കും ഡാഷ്ബോർഡിലേക്ക് എൻഷുർ ചെയ്തിട്ടുണ്ടാവും സ്റ്റേറ്റ് എന്താണെന്നുള്ളതൊക്കെ, അതൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ചെക്ക് ചെയ്യുന്ന എക്സ്പെക്റ്റഡും ആക്ച്വൽ ഫ്ലോ തമ്മിൽ ഡിഫറൻസ് ആണ് ചെക്ക് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, ലോഗിൻ മ്യൂട്ടേഷൻ ഓൾറെഡി റൺ ചെയ്യും, പക്ഷേ റീഫെച്ച് കറണ്ട് യൂസറിനെ വെയിറ്റ് ചെയ്യില്ല ആക്ച്വലി, അത് സ്കിപ്പ് ചെയ്യും ഡോട്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ. എന്നിട്ട് റീഡയറക്റ്റ് വെച്ചിട്ട് റീഫെച്ച് നടക്കും. അതിന് ശേഷം സോ ബേസിക്കലി നമ്മുടെ ഈ ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് നടക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഡാഷ്ബോർഡിലേക്ക് വന്നു, ഡാഷ്ബോർഡിൽ നിന്ന് ശേഷമാണ് നമുക്ക് ഈ ഡാറ്റ കിട്ടുന്നുണ്ടാവും. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടേക്ക് നമുക്ക് നെറ്റ്വർക്ക് ഡിലേ ആയിരിക്കും. സോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അല്ലെങ്കിൽ 5 മില്ലി സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു 1 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും റെസ്പോൺസ് കിട്ടുന്നുണ്ടാവുക നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന്. അപ്പോഴേക്കും നമ്മുടെ യൂസറിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് ലോഗിൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത് ലോഗിൻ സ്ക്രീനിൽ തിരിച്ച് കാണിക്കും. ഓക്കെ, സോ അപ്പോളോടെ ഒരു ചെറിയൊരു റെഫഡ്ജാണിത് ശരിക്കും പറയുന്നില്ല. അപ്പോളോടെ തന്നെയും ഇതിൽ എന്താ വെച്ചാൽ അധികം സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ റീഫെച്ച് ക്വറീസ് ബിഹേവിയർ ചെറുതായിട്ട് മാറ്റാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയില്ല ഓൾറെഡി മാറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല. സോ ചേഞ്ച് ചെയ്യാനും ചാൻസ് ഉണ്ട്. എന്നാൽ നമുക്കിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വർക്ക് റൗണ്ട് കണ്ടെത്തില്ല. സോ മ്യൂട്ടേഷൻ പ്ലസ് റീഫെച്ച് ക്വറീസ് 2 കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് യൂസറിനെ റീഡയറക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് മാനുവലായി തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കത് മനസ്സിലായി. മ്യൂട്ടേറ്റിൻ്റെ ഡോട്ട് ദെൻ പ്രോമിസ് റീഫെച്ച് ക്വറീസ് കംപ്ലീറ്റ് ആകുന്നവർ വെയിറ്റ് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. സോ ഡോട്ട് ദെൻ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ടേറ്റ് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ ഡോട്ട് ദെന്നിലേക്ക് കോൾ ആവും. പക്ഷേ റീഫെച്ച് ക്വറീസ് ഇവിടെ വെയിറ്റ് ചെയ്യില്ല. അതിവിടെ വെയിറ്റ് ചെയ്യുന്നില്ല ആക്ച്വലി. ഡോട്ട് ദെന്നിലേക്ക് ഓൾറെഡി കൺട്രോൾ പോയിട്ട് നമുക്ക് റീഡയറക്റ്റ് ചെയ്യും. പക്ഷേ അത് നമുക്ക് പാടില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അടുത്ത സെക്ഷനിൽ നമുക്ക് വർക്ക് അറൗണ്ടാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഒതൻറ്റിക്കേറ്റ് സ്റ്റേജ് ചേഞ്ച് മനസ്സിലാക്കി ഡാഷ്ബോർഡിലേക്ക് സെക്യൂർഡായിട്ട് റീഡയറക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിലാണ് ഈ വർക്ക് അറൗണ്ട് സ്ട്രാറ്റജി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഫെച്ച് ക്വറീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണം ആക്ച്വലി. അത് കഴിഞ്ഞാലേ ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. സിമ്പിളാണ് കൺസെപ്റ്റ്. ഡോട്ട് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ഇത് ഡയറക്റ്റ് കോൾ ആവും, ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അതാണ് പ്രശ്നം. ഓക്കെ, സോ നമുക്കിത് രണ്ടും കംപ്ലീറ്റ് ആയ ശേഷം മാത്രമേ റീഡയറക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത സെക്ഷനിൽ നമുക്ക് ഗോ ത്രൂ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യണം. താങ്ക്സ് എ ലോട്ട്, ബൈ.